നമസ്കാരം. ലോകത്തിലെ ഏറ്റവും പ്രശസ്തവും വിവാദ വിഷയവുമായ വജ്രമാണ് കോഹിനൂർ. മുഗൾ രാജകുമാരന്മാർ മുതൽ പഞ്ചാബി മഹാരാജാക്കന്മാർ വരെയുള്ളവർ ഉപയോഗിച്ചതാണ് ഈ 105.6 ക്യാരറ്റ് വജ്രം. റിപ്പോർട്ടുകൾ പ്രകാരം കോഹിനൂർ വജ്രത്തിന് മധ്യഭാഗത്ത് മഞ്ഞ പാടുകളുണ്ട്. അതിനാൽ പ്രകാശത്തെ വ്യതിചലിപ്പിക്കാനുള്ള വജ്രത്തിൻ്റെ കഴിവ് കുറഞ്ഞതായും പറയപ്പെടുന്നു. ലോകത്തിലെ 90ാമത്തെ വലിയ വജ്രമാണ് കോഹിനൂർ. 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ഇബ്രഹാം ലോധിയെ പരാജയപ്പെടുത്തിയതിനു ശേഷമാണ് മുഗൾ ഭരണാധികാരി കോഹിനൂർ വജ്രം സ്വന്തമാക്കിയത് എന്നാണ് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത്. പിന്നീട് അത് ഷാജഹാനിലേക്കും ഔറംഗസേബിൻ്റെ ചെറുമകനായ സുൽത്താൻ മുഹമ്മദിലേക്കും വജ്രം എത്തിച്ചേർന്നു. 1739 ഇറാനിലെ അഫ്ഷാരിദ് രാജവംശത്തിൻ്റെ സ്ഥാപകനായ നാദിർ ഷാ മഹമ്മദിനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയും വജ്രം തൻ്റെ നാടായ ഇറാനിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് വജ്രത്തിന് ഇപ്പോഴത്തെ പേര് നൽകുകയും ചെയ്തു. 8 വർഷത്തിനു ശേഷം ഷാ വധിക്കപ്പെട്ടു. കോഹിനൂർ അദ്ദേഹത്തിൻ്റെ വിശ്വസ്ത ജനറൽമാരിൽ ഒരാളായ അഹമ്മദ് ഷാ അബ്ദാലിക്ക് കൈമാറിയെത്തി. 1813 അഹമ്മദ് ഷായുടെ പിൻഗാമിയായ ഷാ ഷുജാ ദുറാനി തൻ്റെ സഹോദരന്മാരുടെ പീഡനത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഇന്ത്യയിൽ അഭയം പ്രാപിച്ചു. അങ്ങനെ വജ്രം വീണ്ടും ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി. ഷാ ഷുജാ ദുറാനിയെ കാശ്മീരിലെ ഗവർണർ ജയിലിലടച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഷാ ഷുജയെ രക്ഷിച്ചാൽ കോഹിനൂർ നൽകാമെന്ന് ഷുജയുടെ ഭാര്യ സിഖ് സാമ്രാജ്യത്തിൻ്റെ മഹാരാജാവായ രഞ്ജിത് സിംഗുമായി ഒരു കരാറുണ്ടാക്കി. അങ്ങനെ രഞ്ജിത് സിംഗ് ഷുജയെ രക്ഷിച്ചു. തുടർന്ന് വജ്രം രഞ്ജിത് സിംഗിൻ്റെ കൈവശമായി. 1849 തൻ്റെ പിതാവിൻ്റെ പിൻഗാമിയായി സിംഹാസനത്തിലെത്തിയത് രഞ്ജിത് സിംഗിൻ്റെ മകനായ 10 വയസ്സുള്ള ദുലീപ് സിംഗ് ആണ്. മൂത്ത സഹോദരങ്ങൾ കൊല്ലപ്പെട്ടതിനെ തുടർന്നായിരുന്നു ഇത്. ലാഹോർ ഉടമ്പടിയെ തുടർന്ന് കോഹിനൂർ ബ്രിട്ടീഷുകാർക്ക് കൈമാറാൻ ദുലീപ് സിംഗ് നിർബന്ധിതനായി. 1852 വജ്രം ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് വിക്ടോറിയ രാജ്ഞിയുടെ ഭർത്താവ് ആൽബർട്ട് രാജകുമാരൻ വജ്രത്തിൽ ചില മിനുക്കുപണികൾ ചെയ്യാൻ ഉത്തരവിട്ടതായും റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെ വജ്രത്തിൻ്റെ ചില ഭാഗങ്ങൾ മുറിച്ചു മാറ്റി ഭാരം 42% കുറച്ചു. 186 ക്യാരറ്റിൽ നിന്ന് നിലവിലെ 105.6 ക്യാരറ്റിലേക്ക് കോഹിനൂർ വജ്രത്തെ മാറ്റി. കോഹിനൂർ രത്നത്തിന് ബ്രിട്ടൻ ഇന്ത്യയോട് കടപ്പെട്ടിരിക്കുന്നുവെന്ന് രാഷ്ട്രീയ പ്രവർത്തകരും എഴുത്തുകാരനുമായ ശശി തരൂർ തൻ്റെ ആൻ ഐറ ഓഫ് ഡാർക്ക്നെസ് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇത് കൊള്ളയടിക്കലിൻ്റെയും അധികാര ദുർവിനിയോഗത്തിൻ്റെയും തെളിവാണെന്നും തരൂർ തൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്.